നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണമേ. നിൻ്റെ വാക്കുകൾ തന്ന് നീ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. കർത്താവേ, ഇന്ന് നിൻ്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകളെ തരണം. ദൈവത്തിൻ്റെ പറയാനുള്ള വാക്കുകൾ, ആശയങ്ങൾ നീ ഞങ്ങളുടെ നാവിൽ തന്ന് അത് പറയുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലും കർത്താവ് പ്രവർത്തിച്ച് വചനം അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ച് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് 2 കൊരിന്ത്യർ 8-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ നമുക്ക് ധ്യാനിച്ച് പഠിച്ച് അത് ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് അനുഷ്ഠിക്കുവാൻ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കത് ചിന്തിക്കാം. 8 വാക്യം: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല, നിങ്ങളുടെ സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകാൻ വേണ്ടി തന്നെ. ഈ 2 വാക്യങ്ങൾ നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ വാക്യം അത് സ്നേഹത്തിൻ്റെ ചില പ്രവൃത്തികളെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ മക്കദോനിയക്കാർ ജെറുസലേമിലെ വിശ്വാസികൾക്ക് അവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ച് ഒരു ധനശേഖരണം നടത്തി കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ഒരു ആജ്ഞ അനുസരിച്ച് അവർ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞിട്ട് അവരങ്ങ് മനസ്സില്ലാ മനസ്സോടെ ഒരു കളക്ഷൻ എടുത്ത് ജെറുസലേമിലെ വിശ്വാസികൾ കൊടുക്കുകയല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല, കൽപ്പിക്കാതെ തന്നെ അവർ ചെയ്യുന്നു, സ്വയം പ്രേരണയാൽ ചെയ്യുന്നു. അതിനെ പൗലോസ് ഒന്ന് പുകഴ്ത്തി പറയുകയാണ്. അങ്ങനെ കൽപ്പിച്ച് നിങ്ങൾ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുത്താൽ അത് നിർബന്ധത്തിൻ്റെ പേരിൽ ചെയ്യുന്നു എന്നുള്ളതായി പോകുമല്ലോ. മനസ്സോടുകൂടെ ചെയ്യണം, അതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല, നിങ്ങൾ ചെയ്യുകയാണ്. നിങ്ങളുടെ ഉത്സാഹത്തിലൂടെ അത് തെളിയിക്കുകയാണ്. ഇത് അവർ ചെയ്യുന്ന ആ സഹകരണത്തെക്കുറിച്ച്, സംഭാവനയെക്കുറിച്ച്, ആ ധനശേഖരണത്തെക്കുറിച്ച് അവരോട് പറയുകയാണ്. അപ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ചില പ്രവൃത്തികളാണ് നമുക്ക് വേണ്ടതെന്ന് ചുരുക്കം. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് അവരോടുള്ള സ്നേഹത്തെ ഓർത്ത് ചെയ്യുന്നതായിരിക്കണം. അതിനാണ് പ്രതിഫലം. അവരോട് നമുക്ക് സഹതാപം, കരുണ ഒക്കെ ഉണ്ടാകണം. ആരെങ്കിലും നമ്മളോട് ഒരു പക്ഷക്കാരനോ യാചകനോ വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ വന്ന് കയറിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോകാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടുന്ന ആ രീതിയല്ല. എൻ്റെ അടുത്ത് ആരാ വന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട വേറൊരു മനുഷ്യനാണ് അവിടെ വന്നിരിക്കുന്നത്. എന്നെപ്പോലെ തന്നെ ആത്മാവ് ഉള്ളവൻ. അവൻ്റെ ആത്മാവിനെ ദൈവം ഇങ്ങനെ തേടുകയാണ്, അന്വേഷിക്കുകയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അവനെ നിസ്സാരനായി കരുതരുത്. അവനോടുള്ള സ്നേഹമാണ് അവനെന്തെങ്കിലും കൊടുക്കുവാൻ പ്രേരിപ്പിക്കേണ്ടത്. എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്തെങ്കിലും കൊടുത്ത് വിടുക എന്നുള്ളതല്ല. ശരിയായിട്ടങ്ങ് ചിന്തിച്ചാൽ നമുക്കുള്ളതിൻ്റെ പകുതി കൊടുക്കണമെന്നാണ്. അവർക്ക് വേണ്ടി
പങ്കുവെക്കാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്. അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം, അവരോട് സഹതാപം ഉണ്ടാകണം, നമ്മൾ സ്നേഹത്തെ പ്രതി അവന് കൊടുക്കണം. കർത്താവായ യേശു വന്നിങ്ങനെ എന്ന് കൈനീട്ടുകയാണെന്ന് വിചാരിക്കൂ, നമ്മൾ കൊടുക്കുമോ? നമ്മൾ മനസ്സിലാക്കും കർത്താവായ യേശു ക്രിസ്തുവാണ് വന്ന് നിൽക്കുന്നത്, കൊടുക്കാം. അതങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പാവപ്പെട്ട വ്യക്തി നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോഴും ദൈവം തന്നെ, കർത്താവായ യേശു ക്രിസ്തു തന്നെ വന്ന് നമ്മളോട് ചോദിക്കുന്നതായിട്ട് കണക്കാക്കി വേണം നമ്മൾ കൊടുക്കുവാൻ. അപ്പം നമുക്ക് കൊടുക്കാൻ തോന്നും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ കൽപ്പിക്കുകയല്ല, നിങ്ങളുടെ ഉത്സാഹത്തെക്കുറിച്ച് ഞാൻ പ്രശംസിക്കുകയാണ് എന്ന് പറയുന്നതിന് കാരണമല്ല. സ്നേഹം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ അകത്ത് ഇരുന്നാൽ പോരാ, അതിന് ബാഹ്യമായ പ്രകടനങ്ങൾ വരണം. അപ്പോഴാണല്ലോ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഭാവനകൾ, ദാനം ചെയ്യുന്നത് ഒക്കെ സംഭവിക്കുന്നത്. കഷ്ടപ്പാടിൻ്റെ നേർക്ക് നമുക്ക് സങ്കടമുണ്ടാകുന്നു, അവരോട് കരുണയുണ്ടാകുന്നു, അവർക്ക് കൊടുക്കുവാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കുന്നു. ബാഹ്യമായ ഒരു പ്രകടനം വേണം. ഈ സ്നേഹത്തിൻ്റെ കാര്യമല്ലോ അങ്ങനെയാണ്. ബാഹ്യമായി പ്രകടിപ്പിക്കാതെ സ്നേഹത്തെ സ്നേഹമെന്നെങ്ങനെയാണ് പറയുന്നത്? മക്കളോടുള്ള സ്നേഹം, മാതാപിതാക്കന്മാരോടുള്ള സ്നേഹം, ഗുരുക്കന്മാരോട്, മത അധ്യക്ഷന്മാരോട്, രാഷ്ട്രീയ നേതാക്കന്മാരോട് നമ്മൾ ബഹുമാനം കാണിക്കുന്നില്ലേ? അത് കാണിക്കുന്നു എന്നത് ബാഹ്യമായി വരണമെങ്കിലേ അത് സ്നേഹം ഉണ്ട് എന്ന് വ്യക്തമാകുകയുള്ളൂ. മനുഷ്യൻ തന്നെ ഒരു ഭൗതികമായ ഒരു ബോഡിയുള്ളവനാണല്ലോ. അവനവൻ്റെ കൈകൊണ്ടോ കാലുകൊണ്ടോ അവൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇത് ബാഹ്യമായി പ്രകടിപ്പിക്കുമ്പോൾ അത് പ്രതിഫലം ലഭിക്കും. ബാഹ്യമായി പ്രകടിപ്പിക്കാതെ ഇത് മനസ്സിലാക്കാനൊക്കാത്ത ഒന്നാണ്. ഹൃദയത്തിൽ സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ മനസ്സിലാക്കും ഉണ്ടോ, സ്നേഹമുണ്ടോ എന്ന്? നമ്മൾ ഇനി 9-ാമത്തെ വാക്യത്തിലോട്ട് കടക്കുകയാണ്. 9-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. അതിൻ്റെ ആദ്യത്തെ ഭാഗം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. യേശുക്രിസ്തു ഇവിടെ ഭൂമിയിലായിരുന്നത് തന്നെ നമ്മളോടുള്ള ഒരു വലിയ കൃപ കൊണ്ടാണ്. ആ കൃപ ഇല്ലായിരുന്നുവെങ്കിൽ സ്വർഗത്തിൻ്റെ സൗഭാഗ്യം വിട്ടിട്ട് യേശു നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരണോ? അവൻ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അവൻ നമ്മളോട് കരുണ കാണിക്കുന്നു, കൃപ കാണിക്കുന്നു. അവനെ ഭൂമിയിൽ വന്നതേ ഏറ്റവും പ്രധാനമായിട്ട് പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു ബലിയായി തീരാനാണ്. നമുക്ക് മാതൃകയാകാനാണോ? ജീവിതത്തിൽ മാതൃകയാകാനുള്ള കാര്യങ്ങളെല്ലാം യേശു പഠിപ്പിച്ചു. പലതും ചെയ്തത് നമുക്ക് മാതൃകയായിട്ടാണ്. പക്ഷേ നമുക്കൊരു മാതൃക തന്നേച്ച് അങ്ങ് പോകാൻ വേണ്ടി മാത്രമല്ല യേശു വന്നത്. മാതൃക കാണിക്കാൻ മറ്റാൾക്കാരെ വേണേൽ യേശുവിന് വിടാം. സ്നാപയോഹന്നാനെ വിട്ടു, അല്ലെ പ്രവാചകന്മാരെ വിട്ടു. അവരുടെ ജീവിതത്തിൽ കൂടെ അവർക്ക് നമുക്ക് മാതൃക തരാമല്ലോ. അപ്പോൾ ഒരു മാതൃക തരാൻ വേണ്ടി മാത്രമായിട്ടല്ല യേശു വന്നത്. യേശു വന്നതിന് അത്യാവശ്യമായ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, മാതൃകയും തന്നു. യേശു വന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ, നമ്മുടെ പാപത്തിന് ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏൽക്കുവാൻ. വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് ദൈവം മനുഷ്യ ശരീരം ധരിച്ച മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. നമ്മളെപ്പോലെ അങ്ങായി തീർന്നു, പാപം ഒഴികെ എല്ലാത്തിനും. നമ്മുടെ പാപങ്ങൾ അവൻ വഹിച്ചു, അതിന് ശിക്ഷ വഹിച്ചു, ബലിയെ അർപ്പിക്കപ്പെട്ടു, ക്രൂശിൽ മരിച്ചു. വിശ്വസിക്കുന്നവർക്ക് പാപമോചനം, രക്ഷ, നീതീകരണം. അപ്പം ഇതിനു വേണ്ടിയാണ് യേശു യഥാർത്ഥത്തിൽ വന്നത്. അതുകൊണ്ട് മാതൃകയല്ലേ? യേശുവിൻ്റെ ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും, ഓരോ ചിന്തയും നമുക്ക് മാതൃകയായിരുന്നു.
ഒരു മാതൃക വിഷയം ഞാൻ പറയാം. അത് യേശു അന്ത്യത്താഴ ദിനത്തിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തിയതാണ്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നത്, ശുശ്രൂഷിക്കാനാണ് വന്നത്. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുക അത് ഭൃത്യന്മാർ, അടിമകൾ, യജമാനന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. ആ കാലത്ത് യേശു വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയും തുടയ്ക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ചെയ്യാൻ ഒരു മാതൃകയായിട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ യേശുവിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്ക് പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 9-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അകൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. കൃപയെക്കുറിച്ച് നമ്മൾ 1-2 ആഴ്ചകളിൽ പ്രത്യേകമായിട്ട് അതിൻ്റെ സവിശേഷതകൾ ചിന്തിച്ചതാണ്. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്, ഇറങ്ങി വന്ന് നമ്മളെപ്പോലെ ജീവിക്കുകയാണ്. അപ്പം അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ തുടർന്നുള്ള ഭാഗം, അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. യേശു സമ്പന്നനാണ്, പക്ഷേ നിങ്ങളെ പ്രതി ദരിദ്രൻ ആയി. യേശു സമ്പന്നനാണെന്ന് പറഞ്ഞാൽ എല്ലാം അവൻ്റെ ആണല്ലോ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ദരിദ്രനായി തീർന്നു. യേശുവിൻ്റെ ജനനം, ജീവിതകാലം, മരണം, സംസ്കാരം, ഇതൊക്കെയൊന്ന് നമ്മൾ നോക്കിയാൽ അറിയാം. ദരിദ്രരിൽ ദരിദ്രനായിട്ടാണ് യേശു ക്രിസ്തു ജീവിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ചിന്തിച്ചാലോ, യേശു ക്രിസ്തു മറിയത്തിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന വരികയാണ്, എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ പോയി, പട്ടണത്തിലാണെങ്കിൽ അവരവരുടെ പട്ടണത്തിൽ പോയി അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണം, സെൻസസ്. എല്ലാ രാജകീയ നിയമങ്ങളെ അനുസരിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണല്ലോ. അതുകൊണ്ട് എന്തു ചെയ്തു? അതുകൊണ്ട് മറിയവും ജോസഫും കൂടെ ബേത്ലഹേം പട്ടണത്തിലേക്ക് പോവുകയാണ്. ദാവീദിൻ്റെ പട്ടണത്തിലാണ്. അതാണ് അവരുടെ സ്ഥലം. നസറത്തിൽ നിന്ന് ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് പോയി. ചെറിയ ബേത്ലഹേം എന്നാണ് പറയുന്നത്. ഇന്നത്തെ പോലെ വലിയ പട്ടണമായിരുന്നില്ല. അവിടോട്ട് പോയപ്പോഴാണ് മറിയയ്ക്ക് പ്രസവിക്കാനുള്ള സമയമായി. സത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ഒരു സത്രവും അവർക്ക് കിട്ടിയില്ല. കാരണം ധാരാളം പേര് ഇതുപോലെ ചെല്ലുന്നുണ്ടല്ലോ. ഉള്ള സത്രങ്ങളൊക്കെ ഓരോരുത്തർ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞ് കാണും. ഇവർക്ക് ഒരു സ്ഥലവും കിട്ടിയില്ല. ബൈബിളിൽ നാം വായിക്കുന്നത്, മറിയം പ്രസവിച്ചു കുഞ്ഞിനെ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. പശുക്കൾക്ക് തിന്നാനുള്ള പുൽത്തൊട്ടി, ഒരു തുണിയിലൊക്കെ പൊതിഞ്ഞ് ആ പുൽത്തൊട്ടിയിലോട്ടാണ് യേശു കുഞ്ഞിനെ മറിയം കിടത്തിയത്. വേറെ ഒരു സ്ഥലവും അവർക്ക് കിട്ടിയില്ല. ഇതായിരുന്നു യേശുവിൻ്റെ ജനനം. അത് നമ്മൾ മനസ്സിലാക്കിക്കണം. ഒരിക്കൽ ഒരു നിയമജ്ഞൻ, യേശുവിൻ്റെ പരസ്യജീവിതകാലത്തെ ഒരു നിയമജ്ഞനാണ്. അയക്ക് യേശുവിൻ്റെ പ്രസംഗങ്ങളൊക്കെ പഠിപ്പിക്കലുകളൊക്കെ ഇഷ്ടമായി കാണും. ആ നിയമജ്ഞനാണെങ്കിലും അയക്ക് യേശുവിൻ്റെ കൂടെ പോകണമെന്നൊരാഗ്രഹമുണ്ട്. അദ്ദേഹം വന്ന യേശുവിനോട് പറയുക, ഞാൻ നിൻ്റെ കൂടെ അങ്ങ് വരുക, നിന്നെ അനുഗമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നീ വരുന്നെങ്കിൽ വരാൻ. യേശു പറഞ്ഞു, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകൾ ഉണ്ട്, കുറുനരികൾക്ക് മാളങ്ങൾ ഉണ്ട്,
മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ സ്ഥലമില്ല. മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ സ്ഥലമില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ആണോ നീ ഇപ്പം വരാമെന്ന് പറഞ്ഞത്? വരുന്നെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വന്നാൽ മതി. മനുഷ്യപുത്രൻ ആരാണ്? ദൈവപുത്രൻ, ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്, എത്ര സൗരയൂഥങ്ങളെന്ന് പോലും മനുഷ്യന് മനസ്സിലായിട്ടില്ല ഇതുവരെയും. ഈ സൗരയൂഥങ്ങളെയൊക്കെ സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി യഥാസ്ഥാനങ്ങളിൽ നിർത്തിയിട്ട് ഭൂമിയിലെ മനുഷ്യനെയൊക്കെ ആക്കി സംരക്ഷിച്ച് ഇങ്ങനെ കാലാകാലങ്ങളിൽ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ദൈവം മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുത്ത് വന്നപ്പോൾ പ്രസവിച്ച് വീഴാനൊരു സ്ഥലം കിട്ടിയില്ല, ഒരു വീട് കിട്ടിയില്ല, ഒരു കട്ടിൽ കിട്ടിയില്ല. പരസ്യ ജീവിതകാലത്തോ അതാണല്ലോ ഇപ്പം പറഞ്ഞത്, കിടക്കാനൊരു സ്ഥലമില്ല. കുറുനീരുകൾക്ക് മാളങ്ങളുണ്ട്, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുണ്ട്. മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ സ്ഥലമില്ല. അത് നമ്മളെ ഓർത്താണ് യേശു പറഞ്ഞ കാര്യം. യേശു പരസ്യജീവിതം ആരംഭിക്കുന്നത് ഏതാണ്ട് 30 വയസ്സ് ആയപ്പോഴാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. സ്നാനമേറ്റു ഉടൻ തന്നെ യേശു മരുഭൂമിയിലേക്ക് പോവുകയാണ്. 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. തൻ്റെ പ്രവർത്തന രംഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന കാര്യവും ആ കൂട്ടത്തിലുണ്ട്. അതെല്ലാം ജയിക്കുന്നു. 40 ദിനരാത്രങ്ങൾ അവൻ എവിടെയായിരുന്നു എന്ന് മർക്കോസ് 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ വന്യമൃഗങ്ങളോട് കൂടെയായിരുന്നു. വന്യമൃഗങ്ങളോട് കൂടെയായിരുന്നു. ഈ വന്യമൃഗങ്ങളുള്ള ഒരു സ്ഥലത്താണ് യേശു പ്രാർത്ഥിക്കാൻ പോയത്. കരടിയോ പുലിയോ സിംഹമോ ഒക്കെയുള്ള ഒരു പ്രദേശത്ത് യേശു 40 ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി. അത് നമ്മൾ ധ്യാനിച്ചോണം. അങ്ങനെയായിരുന്നു യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭം. യേശുവിനെ കിടന്നുറങ്ങാൻ എവിടെയെങ്കിലും സ്ഥലം കിട്ടിയോ? ബൈബിൾ വായിച്ച് നോക്കിയാൽ മത്തായി, മർക്കോസ്, യോഹന്നാൻ്റെ സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് നോക്കിയാൽ യേശു വഞ്ചിയിൽ കിടന്ന് ഉറങ്ങി എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ആയിരുന്നെന്നല്ല. ഉറങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഇങ്ങനെ 3 സുവിശേഷങ്ങളിൽ യേശു വഞ്ചിയിൽ കിടന്ന് ഉറങ്ങി എന്നുണ്ട്. മറ്റ് ദിവസങ്ങളിൽ യേശു തൻ്റെ സ്വന്തം കഫർനഹൂമിലോ നസറത്തിലെ ഭവനത്തിലോ ഉറങ്ങിക്കാണുമായിരിക്കും. പിന്നെ ഉറങ്ങാതിരിക്കാൻ ഒക്കുമോ? എങ്കിലും നമ്മൾ കൂടുതൽ വായിക്കുന്ന യേശു രാത്രിയിലെ വിജനപ്രദേശങ്ങളിലൊക്കെ പോയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഉറങ്ങിയ കാര്യത്തെക്കുറിച്ച് ഈ 3 സുവിശേഷങ്ങളിലുണ്ട്. അത് വഞ്ചിയിൽ കിടന്നുറങ്ങിയതായിട്ടാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് 4-ാം അധ്യായം 18-ാം വാക്യം, യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. 18-ാം വാക്യം, യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു തലയിണയുടെ കാര്യവും യേശുവിൻ്റെ ഉറക്കത്തോടനുബന്ധിച്ചുണ്ടെന്നും യേശു തലയിണ അവിടെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരെന്ന് വിളിക്കപ്പെട്ടവരുണ്ട്. യേശുവിൻ്റെ കൂടെ ധാരാളം ആൾക്കാരിങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നു. ഈ ചെലവ്, ഭക്ഷണത്തിൻ്റെ ചെലവ് എങ്ങനെയായിരുന്നു? യേശുവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാനാണ്. യേശുവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് എവിടുന്ന് കഴിച്ചു എന്നൊന്നും വ്യക്തമായിട്ട് നമുക്കറിയത്തില്ലെങ്കിലും ബൈബിൾ പറയുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, 12 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഹെറോദേസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നായും സൂസന്നയും
തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റ് പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഒരു ഉപാധിയായിട്ട് നമ്മൾ കാണുന്നത്. കൂസായിയുടെ ഭാര്യ യോവന്ന, അപ്പോൾ സാമ്പത്തികമായി ഉള്ള ഒരു ഭവനമാണ്, കാര്യം ഉദ്യോഗസ്ഥനാണല്ലോ. പിന്നെ മറ്റ് പല സ്ത്രീകൾ, അതിലൊരാളുടെ പേരാണ് സൂസന്ന, സാമ്പത്തികമായി പലരും സഹായിച്ച ആൾക്കാരാണ്. അങ്ങനെ അവരെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് പണം ഉണ്ടാക്കാനുള്ള വിദ്യകളാണ്. അങ്ങനെ ഒരു പണവും എന്തെങ്കിലും ജോലി ചെയ്ത് ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേങ്കിൽ പത്രോസിനും കൂട്ടർക്കും ഒക്കെ മീൻപിടുത്തം ഒരു തൊഴിലായിരുന്നു. ആ തൊഴിൽ കൊണ്ട് വല്ലതും ഗുണമുണ്ടായോ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് വേദപുസ്തകത്തിലില്ല. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരു അത്ഭുതകരമായ മീൻപിടുത്തത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷത്തിലുണ്ട്. യേശു പറഞ്ഞിട്ടാണ് വല ഇറക്കി. നിങ്ങൾ രാത്രിയിൽ അധ്വാനിച്ചിട്ട് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. വലത്തുവശത്തോട്ട് നീക്കി വലയിറക്കി ധാരാളം മത്സ്യം, 153 വലിയ മത്സ്യങ്ങൾ, എണ്ണം വരെ എഴുതിയിരിക്കുന്നു, അവർ കിട്ടിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വിറ്റ് പണം ഉണ്ടാക്കിയെന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെയൊന്നും ചെയ്ത് കാണത്തില്ല. കാര്യം ഈ ബിസിനസ് എല്ലാം വേണ്ടാന്ന് വെച്ചിട്ടാണല്ലോ പത്രോസും കൂട്ടരും എല്ലാം യേശുവിനെ അടുക്കലേക്ക് പോയത്. ഇത് ഉയർപ്പിന് ശേഷമുള്ള ഒരു സംഭവമാണ്. ഏതായാലും ഒരു കാര്യം നമുക്ക് കാണാം, യേശു അവരെ വിളിക്കുന്നത്, ആ ഉയർപ്പിന് ശേഷം വിളിക്കുന്നൊരു വാക്കാണ് കുഞ്ഞുമക്കളെ. വിളിച്ചു. അവർ കരയ്ക്ക് വന്നു. കരയ്ക്ക് വന്നപ്പോൾ അപ്പം അവിടെ ചുട്ടൊക്കെ വെച്ചിരിക്കുന്നു. മീൻ ഇങ്ങനെ വറക്കുകയാണ്, അഗ്നി തീയൊക്കെ ഉണ്ട്. മക്കളെ, കുഞ്ഞുമക്കളെ വന്ന് പ്രാതൽ കഴിക്കുവിൻ. രാവിലെയാണ്, നേരം വെളുത്ത് വന്ന് പ്രാതൽ കഴിക്കുവിൻ. യേശുവിൻ്റെ ആ ശബ്ദമൊന്ന് ശ്രദ്ധിക്കണം, വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞുമക്കളെ വന്ന് പ്രാതൽ കഴിക്കുവിൻ. മക്കൾക്ക് വേണ്ടി അമ്മ രാവിലെ എഴുന്നേറ്റ് അപ്പമെല്ലാം ചുട്ട് മക്കളെ വന്ന് കഴിക്കുക എന്ന് പറയുന്ന അതേ വാക്കല്ലേ യേശു പറഞ്ഞിരിക്കുന്നത്. യേശു ഒരു അമ്മയുടെ സ്നേഹമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ പിടിച്ച മത്സ്യങ്ങളിൽ ചിലത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. കൊണ്ടുവന്നോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അവിടെ വ്യക്തമല്ല. പിന്നീട് യേശു മത്സ്യം കഴിക്കുന്നൊരു കാര്യം നമുക്കറിയാം. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവത്തിൽ അവരെ മുറിയിൽ അടച്ചിരുന്നപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ട് അവരങ്ങ് അത്ഭുതപ്പെട്ടു പോയി. യേശു തന്നെയാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി മരിച്ചവനായ യേശു, മനുഷ്യനായി തീർന്നവനായ യേശു, ആണികൾ തറയ്ക്കപ്പെട്ടവനായ യേശു ആണ് ഞാനെന്ന് കാണിക്കാൻ യേശു ആഗ്രഹിച്ചു. അല്ല, നിങ്ങൾ വെറും ഒരു ഭാവന കാണുകയല്ല, യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് യേശു ഒരു കാര്യം അവരോട് ചോദിച്ചു. നിങ്ങളുടെ കയ്യിൽ ഭക്ഷിക്കുവാൻ വല്ലതും ഉണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവരവിടെ ഉണ്ടായിരുന്നു. അവരത് യേശുവിന് കൊടുത്തു. അവൻ അവരുടെ മുമ്പിൽ വെച്ച് അത് ഭക്ഷിച്ചു. യേശുവിന് വിശക്കുന്നതിൻ്റെ മാനുഷികമായ രീതിയിലുള്ള വിശപ്പിനെക്കുറിച്ച് ഒന്നും അല്ലത് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശു യഥാർത്ഥത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു ശരീരത്തിൻ്റെ ഉയർപ്പോടുകൂടി. അവൻ മനുഷ്യനെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു വ്യക്തമാകാൻ വേണ്ടിയാണ് യേശു അങ്ങനെ ചെയ്തത്. അപ്പോൾ യേശു ഭക്ഷണം കഴിച്ച ഒരു കാര്യം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ യേശുവിൻ്റെ ജീവിതകാലത്തെ യേശു ഭക്ഷണം കഴിച്ച ചില സ്ഥലങ്ങൾ ഉണ്ട്. അത് ബൈബിളിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം, അവിടെ ലേവി എന്ന് പറയുന്ന ചുങ്കക്കാരനെ യേശു വിളിക്കുന്നു. ചുങ്കക്കാരിൽ പ്രധാനിയാണ് ലേവി. മത്തായി എന്നാണ് പിന്നീട് പേര് വന്നത്. അദ്ദേഹമാണ് മത്തായിയുടെ സുവിശേഷം എഴുതിയത്. സാമ്പത്തികമായ ശേഷിയുള്ള ആളാണ്. പക്ഷേ യേശുവിൻ്റെ കൂടെ വരാൻ അദ്ദേഹം തയ്യാറായി. യേശുവിൻ്റെ കൂടെ വന്നതിന് ശേഷം അദ്ദേഹം ഒരു വലിയ വിരുന്ന് നടത്തി. പത്രോസ് അപ്പോസ്തലനോ ഒന്നും അങ്ങനെ ഒരു വിരുന്ന് നടത്തിയായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ ലേവി
യേശുവിൻ്റെ കൂടെ അങ്ങ് എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ കൂടെ പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ എല്ലാവരെയും വിളിച്ചൊരു വലിയ സദ്യ നടത്തി. ചുങ്കക്കാരും പാപികളും എല്ലാം ഉണ്ടായിരുന്നു. അതിനുള്ള എതിർപ്പുകളൊക്കെ ചിലർ പ്രകടിപ്പിച്ചു. അവിടെ യേശു ഉണ്ടായിരുന്നു. അങ്ങനെ യേശു ലേവിയുടെ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് മാർത്ത, മറിയം, ലാസർ കുടുംബമുണ്ട്. മാർത്ത ഈ അതിഥി സൽക്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളാണ്. യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ച് ഭക്ഷണത്തിന് ഇരുത്തി. വ്യഗ്രചിത്തയായിരുന്നു തൻ്റെ അടുക്കളയിലെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണത്, 10-ാം അധ്യായത്തിൽ. പിന്നീട് നമ്മൾ കാണുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു ഫരീസേ പ്രമാണി യേശുവിനെ ക്ഷണിക്കുന്നു. ഭക്ഷണം കഴിച്ചാലും യേശു തന്നെയല്ല പോകുന്നത്, യേശു പോയാൽ 12 പേരും കൂടെ പോകണമല്ലോ. ഏതായാലും ഒരു ഫരീസേ പ്രമാണിയാണ്. അദ്ദേഹം യേശുവിനെ വിളിച്ചു ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അങ്ങനെയും യേശു പോയി. പിന്നീട് നമ്മൾ കാണുന്നത് സക്കേവൂസ് എന്ന് പറയുന്ന ഒരു ചുങ്കക്കാരൻ തന്നെയാണ്. ചുങ്കക്കാരിൽ പ്രധാനിയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ബൈബിളിൽ എഴുതിയിരിക്കുന്ന, അദ്ദേഹം പൊക്കം കുറവുള്ളവനായിരുന്നു. പക്ഷേ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. അത് വലിയൊരു സംഭവമാണ് അന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം, നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. അദ്ദേഹത്തിന് അത് സാധിക്കാതെ പോയതിന് കാരണം അദ്ദേഹത്തിന് പൊക്കം കുറവായതുകൊണ്ട് ആൾക്കാരുടെ തിക്ക് തിരക്കിൽ അദ്ദേഹത്തിന് യേശുവിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കാനുള്ള അവസരം കിട്ടുന്നില്ല. അപ്പോൾ യേശു ഒരു പ്രാവശ്യം ആ നാട്ടിൽ കൂടെ അതിലേ ഇങ്ങനെ അങ്ങോട്ട് പോകുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വേഗം ചെന്ന് ഒരു സിക്കമൂർ മരത്തിൻ്റെ മുകളിലോട്ട് കയറിയിരുന്നു. അപ്പോൾ യേശുവിനെ കാണാനുള്ള ആഗ്രഹത്തിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് ഈ മരത്തിൻ്റെ മണ്ടയിലോട്ട് കയറുക. അദ്ദേഹം ഒരു വലിയ ഓഫീസറാണെന്ന് വിചാരിക്കാം, ചുങ്കക്കാരിൽ പ്രധാനിയാണ്. മരത്തിൻ്റെ മണ്ടയിലൊക്കെ കയറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണ വലിയ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. എങ്കിലും സക്കേവൂസ് അത് ചെയ്തു. അദ്ദേഹം ഇങ്ങനെ മേളിൽ കയറിയിരുന്നു. യേശു അതുവഴിയാണ് വരുന്നതെന്ന് സക്കേവൂസിന് അറിയാം. അങ്ങനെ അവിടെ കയറിയത്. അവിടെ വന്നപ്പോൾ യേശു സിക്കമോർ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി. എല്ലാം അറിയുന്നവനാണല്ലോ യേശു. നോക്കിയിട്ട് പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. എനിക്ക് ഇന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. എന്തൊരു ഭാഗ്യമാണെന്ന് വിചാരിക്കണം. നമ്മളോട് യേശു പറയുകയാണെന്നിരിക്കട്ടെ, നമ്മുടെ പേര് വിളിച്ച്, എനിക്ക് നിൻ്റെ വീട്ടിൽ ഇന്ന് താമസിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു സന്തോഷമല്ലേ? നമുക്ക് ചിലപ്പം യേശുവിന് കൊടുക്കാൻ ചിലപ്പം കയ്യിലൊന്നും ഇല്ലായിരിക്കും, ഭക്ഷണം റെഡിയായിട്ടില്ലായിരിക്കാം. എന്നാലും യേശു വരുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആനന്ദം നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. സക്കേവൂസിനോട് യേശു പറഞ്ഞു, എനിക്ക് ഇന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് താമസിക്കേണ്ട ആവശ്യമെന്ന് അവിടെ നമുക്കറിയത്തില്ല. എന്തോ ഒരു ആവശ്യമുണ്ട്, എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ യേശുവിന് അവിടെ ഭക്ഷണം കിട്ടിയെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മളവിടെ മനസ്സിലാക്കുന്നു. സക്കേവൂസ് യേശുവിനോട് പറഞ്ഞു, ഞാൻ സമ്പാദിച്ചിട്ടുള്ളത്, അന്യായമായിട്ടൊക്കെ ഈ ചുങ്കക്കാർ സമ്പാദിക്കാറുണ്ട്, ദരിദ്രർ കൊടുക്കുന്നു. ആരുടെയെങ്കിലും അന്യമായി പിടിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് തിരിച്ചു കൊടുക്കുന്നു, വിറ്റ് ദരിദ്രർക്കെല്ലാം കൊടുക്കാൻ പോവുകയാണ്. എന്തൊരു മാറ്റം! ഇതാണ് യേശു നമ്മുടെ ഭവനത്തിൽ വന്നാലുള്ള പ്രത്യേകത. ജീവിതത്തിൽ മാറ്റമുണ്ടാകുകയാണ്. ആത്മീയ തലത്തിലൊരു വലിയ ഉന്നതി ഉണ്ടാകുകയാണ്. വിറ്റ് എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുകയാണ്. പിടിച്ചെടുത്തതെല്ലാം തിരിച്ചു കൊടുക്കുക. 4 ഇരട്ടിയായിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. പലിശയെല്ലാം കൂടെ കൂട്ടി നഷ്ടപരിഹാരം എല്ലാം ചെയ്യണമല്ലോ. ജീവിതത്തിൽ മാറ്റമുണ്ടായി. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ചിന്ത നേരത്തെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണോ യേശുവിനെ കാണാൻ വേണ്ടി മരത്തിൻ്റെ മണ്ടയിൽ കയറിയത് എന്ന് പോലും നമുക്കറിയത്തില്ല. ഏതായാലും യേശു അവനോട് പറഞ്ഞത്, വേഗം ഇറങ്ങി വരിക.
വേഗം ഇറങ്ങി വരിക. അതെന്താണ് വേഗം ഇറങ്ങി വരാൻ പറയാൻ കാരണം? നമ്മുടെ പശ്ചാത്താപത്താൽ നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ ഒരു സെക്കൻഡ് പോലും താമസിക്കാൻ പാടില്ല. കർത്താവ് ഇന്ന് വിളിക്കുന്നെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ആ രക്ഷാമാർഗത്തിലേക്ക് കയറി ചെല്ലണം. ഞാൻ ഒന്നുകൂടെ ഒന്ന് പഠിച്ചേച്ച് നാളെ മുതൽ ആ വിശ്വാസത്തിലേക്ക് വരാം എന്നല്ല യേശുവിനോട് പറയേണ്ടത്. ഇപ്പോൾ തന്നെ രക്ഷയുടെ ദിവസം, സമയം ഇപ്പോൾ തന്നെ അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളുക എന്നാണ് ബൈബിൾ പറയുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടുകാരോടൊക്കെ ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാം എന്നല്ല. ഇപ്പോൾ തന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നു, ഇറങ്ങിച്ചെല്ലുക, രക്ഷയുടെ അനുഭവത്തിലേക്ക് നീ പ്രവേശിക്കുക. രക്ഷാ ദിവസം ഇപ്പോൾ തന്നെ, താമസിക്കേണ്ട, വേഗം ഇറങ്ങി വരിക. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം. ചിലർ ഈ മാനസാന്തരപ്പെട്ട എൻ്റെ മദ്യപാനം അങ്ങ് നിർത്തിക്കളയാമെന്ന് പറയുന്നവരുണ്ട്. മദ്യപാനം നിർത്താം, പക്ഷേ ഇപ്പം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ, ഒരാഴ്ചയോടെ ഒന്ന് കഴിയിട്ട് കൂട്ടുകാരെയൊക്കെ ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് ഞാൻ അടുത്ത ആഴ്ച 10-ാം തീയതി മുതൽ മദ്യപാനം നിർത്തിയേക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ രക്ഷയുടെ അനുഭവം ഇപ്പോൾ തന്നെ. മദ്യപാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. രക്ഷയെന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തെന്തോ നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ മക്കളായിട്ട് രൂപാന്തരപ്പെടുന്നു, നമ്മൾ കൂട്ടവകാശികളാകുന്നു, ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികൾ. അപ്പോൾ ആ അനുഭവത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അത് ഇപ്പോൾ തന്നെ ചെയ്യണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് ആകട്ടെ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. 2 ആഴ്ച കഴിയുമ്പോഴത്തേനും നമ്മുടെ ആയുസ് എങ്ങനെ ആയിരിക്കും, എവിടെ ആയിരിക്കും എന്ന് നമുക്കറിയത്തില്ലല്ലോ. ഈ രാത്രിയിൽ നിൻ്റെ ജീവനെ തിരിച്ച് വിളിച്ചാൽ പകരം നീ എന്ത് കൊടുക്കും? ഇതാണ് യേശു നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. നിൻ്റെ ആത്മാവിനെ ഇന്ന് അങ്ങ് തിരികെ, ഈ രാത്രി തന്നെ, അടുത്ത സെക്കൻഡിൽ ഞാൻ അങ്ങ് തിരികെ വിളിക്കുകയാണ്, നീ എന്ത് കൊടുക്കും? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. രക്ഷ ഇപ്പോൾ തന്നെ. നമ്മൾ പറഞ്ഞു വന്നത് ഈ സക്കവൂസിൻ്റെ വീട്ടിൽ യേശുവിന് ഒരു ഭക്ഷണം തയ്യാറാക്കി അവർ കൊടുത്തിരുന്നു എന്നുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ യേശുവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് കാണുന്നത് പെസഹ ഭക്ഷണത്തിനാണ്. പെസഹ ഭക്ഷണത്തിന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. അവർ പെസഹ ഒരുക്കി. മർക്കോസിൻ്റെ മാളികമുറിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല ക്രമീകരണങ്ങളൊക്കെ ഉള്ള ഒരു മുറി, മുകളിലത്തെ നില. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിന് ശിഷ്യന്മാരോടൊപ്പം ഇരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അന്ത്യത്താഴം എന്ന് പറയുമ്പോൾ തന്നെ അതാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഭക്ഷണം, അത്താഴമെന്ന് വിചാരിക്കാം. നമ്മൾ ബൈബിൾ സൂക്ഷിച്ച് വായിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. യേശു യഥാർത്ഥത്തിൽ അന്ത്യത്താഴം കഴിച്ചോ? സൂക്ഷിച്ച് വായിച്ചാൽ യേശു അത് കഴിച്ചിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിനെന്നൊക്കെ യേശു പറയുന്നുണ്ട്. പക്ഷെ യേശു കഴിച്ചോ? യേശു കഴിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കണം. സ്വർഗരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഇനി ഞാൻ ഈ മുന്തിരിയുടെ ഈ ചാറിൽ നിന്ന് കുടിക്കുകയില്ല എന്നൊക്കെ യേശു പറയുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കാൽവരിയിലെ ബലിയാണല്ലോ ബലി എന്ന് പറയുന്നത്. അത് പൂർത്തീകരിച്ച് കഴിയുന്നത് വരെ ഞാൻ ഭക്ഷിക്കുന്നില്ലെന്നായിരിക്കും യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. യേശു ഭക്ഷിച്ചതായിട്ട് എടുത്ത് പറയുന്നില്ല, പക്ഷേ ഒരു സൂചന കിട്ടുന്നത് യേശു ഭക്ഷിച്ചിട്ടില്ലെന്ന്. അന്ന് മുതലേ യേശു വിശന്ന് തന്നെ ഇരിക്കുകയായിരുന്നു. ദുഃഖ വെള്ളിയാഴ്ച പീഡകളും എല്ലാം അങ്ങനെ ആയിരുന്നു എന്ന് വേണം നമ്മൾ ധരിക്കുവാൻ. ഏതായാലും യേശു ഭക്ഷണത്തിന് ഇരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് അന്ത്യ അത്താഴം. അപ്പോൾ യേശുവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് അത്രമാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഇനി നമുക്ക് യേശുവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുവിന് വിശന്നിട്ടും ഭക്ഷണം കിട്ടാതിരുന്ന ഏതെങ്കിലും അവസരങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 14 വാക്യങ്ങളും 20-ാം വാക്യങ്ങളും നമ്മൾ വായിച്ചാൽ, ഞാൻ വാക്യം ഒന്ന് വായിക്കാം. ബൈബിൾ മർക്കോസ് 11-ാം അധ്യായം 12 മുതൽ 14 വരെയും 20-ാം വാക്യം. അടുത്ത ദിവസം അവൻ ബഥാനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ ഒരു അത്തിമരം കണ്ടു. അടുത്ത് ചെന്ന്
അടുത്ത് ചെന്നു, എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിയിരിക്കുന്നത് കണ്ടു. അത് യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് ആഘോഷമായിട്ട് പോയതിന് ശേഷം വിശക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു അത്തിമരം നിൽക്കുന്നു, ഇലകളൊക്കെ തളിർത്ത്. വിശക്കുന്നുണ്ട്, അവിടെ പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു പഴവും അതിലില്ല. യഥാർത്ഥത്തിൽ പഴങ്ങളുണ്ടാകുന്ന ഒരു കാലഘട്ടം സമയമായിരുന്നില്ല അത്. യേശു അതിനെ ശപിച്ചു. യേശു മണ്ടത്തരമൊന്നും ചെയ്തതല്ല, ഇതിനൊക്കെ പ്രത്യേക അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത്തിമരം എന്നൊക്കെ പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെയാണ്. അപ്പോൾ അതാണ് ഞാൻ ഈജിപ്തിൽ നിന്ന് തയ്യെ കൊണ്ടുവന്ന് നട്ടു എന്നൊക്കെ പറയുന്നത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. അവരിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നു എന്നത് സ്വീകരിക്കാനാണ് യേശു വന്നത്. പക്ഷെ അവർ ഫലം പുറപ്പെടുവിക്കുന്നില്ല. യേശു ഇസ്രായേൽ ജനത്തെ ശപിക്കുന്നു എന്നാണ് ഈ അത്തിമരത്തെ ശപിച്ചതിൻ്റെ സൂചന. ഏതായാലും പിറ്റേ ദിവസം അതിലേ പോയപ്പോൾ അത്തിമരം ഉണങ്ങിയിരിക്കുന്നതായിട്ട് അവർ കണ്ടു. അവരുടെ വിശ്വാസം വർദ്ധിച്ചു. അങ്ങനെയൊക്കെ അതിലുണ്ട്. പക്ഷേ ഇസ്രായേൽ ജനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. നമ്മളിവിടെ ചിന്തിക്കുന്നത്, യേശു വിശന്നിരിക്കുകയായിരുന്നു. അത് യേശുവിന് വിശക്കുന്നുണ്ടായിരുന്നു പറഞ്ഞല്ലോ, ഇത് കിട്ടിയുമില്ല. ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം, ആർക്കാണ് ഭക്ഷണം കിട്ടാതെ പോകുന്നത്? സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ദൈവം മനുഷ്യരൂപത്തിൽ വന്നപ്പോഴാണ് ഭക്ഷണം ആവശ്യത്തിനൊന്നും കിട്ടുന്നില്ല എന്നുള്ള വാസ്തവം. ഭക്ഷണം കിട്ടിയ ചില സന്ദർഭങ്ങളാണ് നമ്മൾ നേരത്തെ വായിച്ച് മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മരത്തെ ഒരു അത്തിപ്പഴം പറിച്ച് തിന്നാൻ നോക്കിയിട്ട് അതും കിട്ടുന്നില്ല. ഇനി നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിലൊന്ന് നോക്കി, വലിയ സമ്പന്നരുണ്ട്, പാവങ്ങളും ധാരാളമുണ്ട്. നമ്മുടെ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് നമുക്കവരെ പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവിടെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലോ, ദരിദ്രമായൊരു വീടാണെങ്കിലോ ഭക്ഷണം കാണത്തില്ലായിരിക്കാം. അപ്പോൾ അവന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞൊരു കുഞ്ഞ് കരയുമ്പോൾ, എടാ ഞാൻ മുറ്റത്തോട്ട് പോയി ആ പേരമരത്തേൽ പേരയ്ക്ക വല്ലതും നിൽക്കുന്നുണ്ടെങ്കിൽ അത് പറിച്ച് തിന്നോടാ എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് എത്രയും നല്ല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പരിശ്രമമായിരിക്കും നമ്മൾ നടത്തുന്നത്. ദോശയോ ചപ്പാത്തിയോ അപ്പമോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഒരു മനുഷ്യരൂപത്തിൽ ഇവിടെ കണ്ടപ്പോൾ ഒരു പഴം പോലും കിട്ടിയില്ല. ആരും വിളിച്ചു കൊടുക്കുന്നുമില്ല. ഫരിസേയ പ്രമാണിയൊക്കെ ഒരിക്കൽ ഒന്ന് വിളിച്ച് കൊടുത്തു, അത്രയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ദാരിദ്ര്യത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ, വിശപ്പിൻ്റെ അനുഭവം യേശുവിന് ഉണ്ടായി എന്ന് നമ്മൾ ധരിക്കാം. നമ്മളിവിടെ 9-ാം വാക്യത്തിൻ്റെ ഒരു ഭാഗമായി ഇപ്പം ചിന്തിച്ചത്, യേശു നമ്മുടെ അടുത്തേക്ക് ദരിദ്രനായിട്ട് വന്നു എന്നുള്ളതാണ്. ഭക്ഷണത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. വേറെ വസ്ത്രത്തിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയം അങ്ങോട്ട് ഇത്ര ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ, 27-ാമത്തെ എപ്പിസോഡിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിച്ചത് യേശു ക്രിസ്തു മനുഷ്യനായി നമ്മുടെ അടുത്തേക്ക് വന്നത് തന്നെ വലിയൊരു കൃപ കൊണ്ടാണ്. അല്ലെങ്കിൽ യേശുവിന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. കൂടുതലായിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം ചിന്തിക്കും. അവൻ്റെ ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. ഭക്ഷണം ഉണ്ടായിരുന്നില്ല, ആവശ്യത്തിന് തലചായ്ക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല. യേശു തന്നെ പറഞ്ഞു, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകൾ, കുറുനരികൾക്ക് മാളങ്ങൾ, മനുഷ്യപുത്രന് തലചായ്ക്കാൻ സ്ഥലമുണ്ടായില്ല. ഇല്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം യേശുവിനെ അനുഗമിക്കുവാൻ. യേശുവിനെ എല്ലാവരും അനുഗമിക്കണം. അത് യേശുവിൻ്റെ ആഗ്രഹമാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ പുറപ്പെടണം.
അത് മാത്രമല്ല, കർത്താവിൻ്റെ വേലകളിൽ നമ്മൾ മുഴുകണം. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളിലാണ് ഞാൻ മുഴുകേണ്ടത് എന്ന് നിങ്ങൾക്കറിയത്തില്ലേ എന്ന് യേശു മാതാപിതാക്കൾ മറിയത്തോടും ജോസഫിനോടും ചോദിക്കുന്ന ഒരു വാചകമുണ്ട്. അപ്പോൾ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുകയാണ് യേശുവിൻ്റെ വേലകൾക്ക്. അതിൽ നമ്മൾ മുഴുകണം. കഷ്ടതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം. സമൃദ്ധമായി ഭക്ഷണവും കഴിച്ച് സുഖമായിട്ടിരിക്കാം എന്ന് വിചാരിച്ചല്ല യേശുവിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത പ്രാവശ്യം നമുക്ക് ധ്യാനിക്കാം. അതുവരെയും ദൈവം നടത്തട്ടെ. നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരണം. യേശുവിൻ്റെ നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനെ നമ്മൾ ക്ഷണിക്കണം. നമ്മളുടെ അടുത്ത് വന്ന് ഒരു എന്തെങ്കിലും വേണമേ എന്ന് പറയുമ്പോൾ, ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു എൻ്റെ അടുത്ത് വന്ന് കൈനീട്ടി ചോദിക്കുകയാണ് എന്ന് വിചാരിച്ച് കരുണാമസൃണമായ മനസ്സോടുകൂടി അവന് നമ്മൾ കൊടുക്കണം. പിന്നെ ഒരു 8ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചത് മറ്റുള്ളവരുടെ നിർബന്ധം മൂലമൊന്നുമല്ല, സ്നേഹത്തിൻ്റെ പ്രവർത്തനമാണ്. പരോപകാരകാംക്ഷയോടുകൂടി നമ്മൾ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നടത്തണം, പ്രവൃത്തികൾ ചെയ്യണം എന്നാണ്. ദൈവം അതിന് നമ്മളെ ശക്തരാകട്ടെ, ആ മനോഭാവം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ഭാഗങ്ങൾ 77ാമത്തെ എപ്പിസോഡിൽ അടുത്ത ആഴ്ച നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഞാൻ ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. കർത്താവേ, ഹൃദയങ്ങളിൽ ഈ വാക്കുകൾ പതിയാൻ, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, പ്രവർത്തിക്കാൻ, ഞങ്ങളുടെ ജീവിതം നിനക്ക് വേണ്ടി മാത്രമാകാൻ, ആ നിയമജ്ഞന് പറഞ്ഞതുപോലെ നിൻ്റെ പുറകെ വരാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കഷ്ടപ്പാടുകളെക്കുറിച്ചുകൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി പുറമെ വരാൻ കർത്താവ് ഞങ്ങൾക്ക് ശക്തി തരണമേ, കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമ്പൽ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാനല്ല കർത്താവെ, പിന്നെയോ നിൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കാൻ, നിനക്ക് വേണ്ടി വേല ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ ആമീൻ.